അന്നാച്ചാണ്ടിയെ ആർക്കാണ് അറിയാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അറിയാമെന്ന്. അല്ല, എന്താ അന്നാച്ചാണ്ടിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു വാചകം കൂടെ പറയും. നമ്മുടെ ഹൈക്കോർട്ടിൽ ആദ്യമായിട്ടൊരു വനിതാ ജസ്റ്റിസ് വന്നത് അന്നാച്ചാണ്ടി ആയിരുന്നില്ലെന്ന്. എങ്ങനെ വന്നു, എന്ത് വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. ഇത് അറിയേണ്ട കഥയാണ് കേട്ടോ അന്നാച്ചാണ്ടിയുടെ കഥ. അന്നാച്ചാണ്ടിയുടെ കഥ നോക്കിയാൽ എല്ലാവരും കൃത്യമായിട്ട് ഇത്രയൊക്കെ പറയും. കാരണം അന്നാച്ചാണ്ടി ആദ്യത്തെ വനിതാ ലോ ഗ്രാജുവേറ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 1929 മുതൽ ബാരിസ്റ്ററായിട്ട് പ്രാക്ടീസ് ചെയ്തു. വിമൻ റൈറ്റ്സ്, വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് അക്കാലത്ത് ശ്രീമതി എന്നൊരു മാഗസീന് തുടങ്ങി അത് എഡിറ്റ് ചെയ്തു. എന്താ അല്ലേ, അവർ ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യവാദിനി.in ഒരെണ്ണത്തിനകത്ത് അവരുടെ ഓട്ടോബയോഗ്രഫി നമ്മുടെ പ്രിയപ്പെട്ട ജയദേവിക പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 1973 എഴുതിയതാണത്. അതിനകത്ത് രസം എന്ന് വെച്ചാൽ അതിൻ്റെ ടാഗ് ലൈനാണ് ഭയങ്കര രസം. ദ ഫസ്റ്റ് ജനറേഷൻ മലയാളി ഫെമിനിസ്റ്റ്. യെസ്, ദേ വർ റിയൽ. അവർ സത്യമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മൾ അവരെയൊക്കെ മറന്നിപ്പോഴും എന്താണ് എന്ത് സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് കുറെ കൂടി ഇരുളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്, എത്ര ദീപശിഖയാണ് അവർ നമുക്ക് വേണ്ടി തെളിയിച്ചു തന്നത് എന്നറിയുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അന്നാച്ചാണ്ടിയുടെ ഓട്ടോബയോഗ്രഫിയിൽ പോകുമ്പോൾ ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ കേട്ട ഒരു ഫിഗറില്ലേ, അതായത് ആദ്യത്തെ ലോ ഗ്രാജുവേറ്റ്, അത് കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ ജഡ്ജി ആവുന്നു, പിന്നെ അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് ലോ കമ്മീഷനിൽ മെമ്പർ ആവുന്നു. അപ്പം നമ്മൾ ഓർക്കില്ലേ അവർ ഭയങ്കര ഒത്തിരി ഗൗരവകാരിയൊക്കെ ആയിരിക്കുമെന്ന്. അവരുടെ ഓട്ടോഗ്രാഫി വായിക്കണം കേട്ടോ, ഭയങ്കര തമാശ. അവരുടെ പേരിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവരുടെ പേര് അന്നാച്ചാണ്ടി എന്നാണ്. ചാണ്ടി ഹസ്ബൻഡാണ്. അപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ വായിക്കുന്ന ഓരോ അന്നാച്ചാണ്ടി, അത് പോട്ടെ, അന്നചന്തി, പിന്നെ അന്ന എന്നുള്ളത് ആന എന്ന് പോലെ ആനച്ചാണ്ടി, ഇങ്ങനെ പലതും പറയുന്നതിനെ കുറിച്ചൊക്കെ അവർ വിശദമായിട്ട് എഴുതിയിട്ട് അവർ തന്നെ ചിരിക്കുന്നുണ്ട്. അവരുടെ ഓരോ ഇഞ്ചും അവരെങ്ങനെയാണ് അതിൻ്റെ ക്ലാസ്സിലെ ഓരോ തമാശകൾ, അവരെ വലിയ അന്ന എന്ന് വിളിക്കുന്നത്, പൊണ്ണി അന്ന എന്ന് വിളിക്കുന്നത്, അതിനെയൊക്കെ അവരെങ്ങനെയാണ് നേരിടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും, ഓരോ കഥ പറഞ്ഞിട്ടും, ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ പറഞ്ഞിട്ട് ഒരു സാറ് ചോദിക്കുന്നത് ഇതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്നാണെന്ന്. അപ്പോൾ ആണുങ്ങളാരും ഒന്നും പറയുന്നില്ല. അപ്പം ഇദ്ദേഹം പെണ്ണുങ്ങളോട് ചോദിക്കും മോറൽ ഓഫ് ദി സ്റ്റോറി എന്നാണെന്ന്. പെണ്ണുങ്ങൾ ഒഥല്ലോടെ, അപ്പം പെണ്ണുങ്ങളൊന്നും പറയുന്നില്ല. അവസാനം പുള്ളി പറയാം, കർച്ചീഫ് ഒരിക്കലും കാണാതെ പോലും നോക്കണം. അതിൽ ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തിരിക്കുകയും അതിൻ്റെ ആ ഹ്യൂമർ സെൻസ് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തെ തമാശ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു കാര്യം അവരുടെ ആത്മകഥയിൽ നിന്ന് നമുക്കെടുക്കാം. അന്നാച്ചാണ്ടി പഠിക്കുന്ന കാലത്ത് വളരെ മിടുക്കിയായിരുന്നു പഠിക്കാൻ മിടുക്കിയായിട്ട് ഏറ്റവും മികച്ച മാർക്കോടുകൂടി പാസ്സായപ്പോഴത്തേക്ക് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വെളിയിൽ പോയിട്ട് പഠിക്കണം, കേരളത്തിന് പുറത്തേക്ക് പോയി പഠിക്കണമെന്ന്. ആ കാലത്താണെന്ന് ഓർക്കണേ, ആ കാലത്ത് ഇതെല്ലാം ഏറ്റവും കൂടുതൽ മാർക്കെല്ലാം വാങ്ങിച്ച് 20 രൂപയുടെ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവരുടെ അമ്മ കരയാൻ തുടങ്ങിയിട്ട് ഭയങ്കര കരഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ മോള് പോവാണേ, എന്ത് കഷ്ടമാണെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇവരെല്ലാം ശരിയാക്കി വെച്ചിരിക്കുക. അതിൻ്റെ ആ ഒരുക്കങ്ങൾ കണ്ടാൽ തന്നെ സങ്കടം വരും. ക്വീൻ മേരി സ്കോളർഷിപ്പ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂറിന് വെളിയിൽ പഠിക്കാൻ പോകാനായിട്ട് ക്വീൻ മേരി ഹോസ്റ്റലിൽ അഡ്മിഷൻ വാങ്ങി. അവിടെ സൂസൻ ഉത്തുപ്പ് എന്ന് പറഞ്ഞ ഒരാളോട് കൂടി ബോർഡിങ് റെഡിയാക്കി. എല്ലാം ശരിയാക്കി, ഒന്നിനും ആരും കഷ്ടപ്പെടുന്നില്ല. വളരെ അതും കൂടിയാണ് കേട്ടോ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എല്ലാത്തിനും അച്ഛ ഇത് തരാവോ, അമ്മ അങ്ങനെ ചെയ്തു തരാവോ, ചേട്ടാ എന്നും പറഞ്ഞ് നടക്കുന്നതല്ല ഫെമിനിസം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇതെല്ലാം ശരിയാക്കി ട്രെയിൻ ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്താൽ മതി. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ, അതിനായിട്ട് തുടങ്ങുമ്പോൾ അവർ നോക്കുമ്പോൾ ഇവരുടെ അമ്മ കരച്ചിൽ, ഒരു രക്ഷയില്ലാത്ത കരച്ചിൽ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മോളെ നീ ഇത്രയും ദൂരം പോകുന്നു, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കരയാം. കരഞ്ഞ് ശ്വാസം പോകുന്നില്ല അമ്മയ്ക്ക്. അപ്പോൾ അവർക്ക് അമ്മയെ ആ സ്ഥിതിയിൽ ഇട്ടിട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായപ്പോൾ അവർ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അവർ പ്രത്യേകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മയോട് പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ പോകുന്നില്ല, ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചോളാം. അപ്പോൾ അങ്ങനെ പറയുന്നവർ പറയുന്നത് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ
എത്രത്തോളം ആഗ്രഹിച്ചിരുന്ന, എത്രത്തോളം ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട, എല്ലാം ശരിയാക്കിയിട്ട് അവസാന നിമിഷം അമ്മയുടെ ഒരു കണ്ണുനീരിന് വേണ്ടി മാത്രം ഞാൻ ശരിക്കും ചെയ്ത ത്യാഗമായിരുന്നു കേരളത്തിന് വെളിയിൽ പോകാതിരിക്കുക എന്നത്. പക്ഷേ പിന്നീട് അവർ പറയുകയാണ്, അങ്ങനെ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ മലയാളമായിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു സ്വാഭാവികമായി മലയാള പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത് തന്നെ. പക്ഷേ നോക്കൂ, എനിക്ക് എന്താണ് കാലം കരുതി വെച്ചിരുന്നത്. അവരിവിടെ ഹിസ്റ്ററി ഓണേഴ്സ് എടുത്തു. അതിനുശേഷമാണ് ഓരോ പടികളായി കയറിയിട്ട് ലോ കോളേജിൽ പോകുന്നതും അങ്ങനെ പഠിക്കുന്നതും. എങ്ങനെയാണ് ഇവർ ആദ്യമായിട്ടുള്ള ഈ ഓരോരോ ആദ്യം എന്ന പടികൾ കയറി ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമായി സ്വയം ഉയർന്നത്. അപ്പോൾ ഇതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞത്, അമ്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവർ നല്ല ആൾക്കാർ, അവരെല്ലാവരും പിന്നീട് ഹൈക്കോർട്ടിൽ വന്ന് ജഡ്ജിയാകും എന്നല്ല. പകരം നിങ്ങളുടെ ഒരു വഴി അടഞ്ഞു, അത് നിങ്ങൾ നന്മയുടെ പേര് നിങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ജീവിതകാലമല്ല അമ്മയ്ക്ക് വേണ്ടി ഞാനത് ത്യാഗം ചെയ്തതേ കിടക്കുന്നു എന്ന് പറഞ്ഞിരിക്കാതെ അടുത്ത വഴിയിൽ അവർ അതേപോലെയോ അതിൽ കുറച്ചുകൂടിയോ കഠിനാധ്വാനം ചെയ്തു എന്നതാണ് അന്നാച്ചാണ്ടിയുടെ കഥ എന്തെല്ലാമാണെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമുക്ക് ഒരു വലിയ കരുതലിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒപ്പം നിൽക്കുന്ന കഥയാവുന്നതും അതുകൊണ്ടാണ്. നമ്മളിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്ന തലമുറ ഇതറിയണം. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന ഒരു ജീവിതമേ സക്സസ്ഫുൾ ആവുള്ളൂ. ഒപ്പം നിൽക്കുന്നവരോട് അതിൻ്റെ അർത്ഥം അവരെല്ലാം പറഞ്ഞവണ്ണെല്ലാം ഇട്ടിട്ട് പോകണമെന്നല്ല. പക്ഷേ അവരുടെ വികാരങ്ങൾ, അവർക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അവർ തീർത്തും പാടെ അവഗണിച്ചിട്ടുള്ള ഒരു കരിയർ, അങ്ങനെയല്ലാതെ കരിയറും കുടുംബവും ഒക്കെ കൂടി ഒന്നിച്ച് കൊണ്ടുപോവുകയും അതിലൊക്കെ എക്സൽ ചെയ്യുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. ശുഭരാത്രി.